ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി. അതിരപ്പള്ളി വാച്ചുമരം ആദിവാസി കോളനിയിലെ വയോധികയെ വനത്തിനുള്ളിൽ കാണാതായി. വിറക് ശേഖരിക്കുന്നതിനിടെ മറന്നുവെച്ച കോടാലി എടുക്കാൻ വനത്തിലേക്ക് തിരികെ പോയതാണ് 70 വയസ്സുള്ള അമ്മിണി. സൂരജ് സജ്ജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ സൂരജ്? ഉന്മേഷ്, ഈ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ രാത്രി ഏറെ വൈകിയും ഒരു തിരച്ചിലിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ 70 വയസ്സിലധികം പ്രായമുള്ള അമ്മിണിയെ കാണാതാകുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വിറക് ശേഖരിക്കുന്ന ഉൾവനത്തിൽ പോയി വിറക് ശേഖരിച്ച് മടങ്ങി വന്നപ്പോഴാണ് ഈ കോടാലി എടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. പിന്നീട് വനത്തിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷേ ഇവരെ 6 മണിയായിട്ടും കാണാതായതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഈ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നത്. കാളക്കുഴി എന്ന് പറയുന്ന വനത്തിനകത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഇവരെ കണ്ടതായി ഒരു പ്രദേശവാസി വനംവകുപ്പിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ വയോധികയെ സംബന്ധിച്ച് ചെറിയ കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നൊരു കരുതലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള. എന്തായാലും വ്യാപകമായ തിരച്ചിൽ മേഖലയിൽ നടത്തുന്നു. ഉന്മേഷ്. ശരി, സൂരജ് സജ്ജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.